2001 IT അക്കാഡമി ആരംഭിച്ചത് എന്നുണ്ടെങ്കിലും IT അക്കാഡമിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ കോഴ്സായ CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് അതുപോലെ തന്നെ ഓട്ടോമേഷൻ കോഴ്സ് ആരംഭിക്കുന്നത് 2012 അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ചപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ദുബായിൽ അതുപോലെ തന്നെ സൗദി അറേബ്യയിലെല്ലാം വലിയ GCC കൺട്രികളിലൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റികൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതനുസരിച്ചിട്ടാണ് ഈ കോഴ്സ് IT അക്കാഡമി ആരംഭിക്കാനുണ്ടായത്. നമുക്ക് CCTV ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു അറിവും എനിക്കോ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കോ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളെ സഹായിക്കാം എന്ന് മാത്രമല്ല അവർ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നേറ്റു. 70% ക്ലാസ്സുകൾ, അതായത് അതിൻ്റെ തിയറി ക്ലാസ്സുകൾ മാത്രം മലപ്പുറത്ത് വെച്ച് നൽകിയാൽ മതി, ബാക്കി എല്ലാ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നമുക്ക് കൊച്ചിയിൽ വെച്ച് കൊടുക്കാമെന്നും അതിന് ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സും നല്ല സ്റ്റാഫും അവിടെ ഉണ്ട് എന്നും അവർ നമ്മളെ ധരിപ്പിച്ചു. അവരെ വിശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് ഞങ്ങൾ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അതിലൂടെ അവർ തന്നെ ഒരു 7 അഡ്മിഷൻ ഇവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ആകെ 7 അഡ്മിഷനാണ് കേട്ടോ വന്നത്. 7 അഡ്മിഷനെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവരിലെല്ലാം ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് IT അക്കാഡമിയിലായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. എങ്കിലും 70% ക്ലാസ്സുകളും മലപ്പുറം IT അക്കാഡമിയിൽ വെച്ച് തീർക്കുകയും അവർ 70% ഫീസ് ഇവിടെ അടക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് പ്രാക്ടിക്കലിന് വേണ്ടി ബാക്കി 30% അവർ ഫീസ് കൊച്ചിയിൽ അടക്കുകയും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ അവർക്കത് വേണ്ട വിധത്തിലുള്ള ക്ലാസ്സുകൾ ലഭിച്ചില്ല. അതിൽ ഒരു പയ്യൻ പറഞ്ഞത്, മിസ്സേ, ഞങ്ങൾ ഇവിടെ കൊച്ചിയെല്ലാം കണ്ടു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാത്രി ആവുന്ന സമയത്ത് അവർക്ക് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി മദ്യപിച്ചിട്ട് അതിരാവിലെ അയാൾക്ക് എത്താൻ സാധിക്കാതെ ശരിക്കും നിന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇത് സത്യമാണോ നുണയാണോ എന്നറിയാൻ ഞങ്ങൾ വേറെയുള്ള 2 കുട്ടികളെ കൂടി വിളിച്ചു നോക്കി. ഇത് തന്നെയാണ് എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയത് വിവരം എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു ഞാൻ. അപ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഉള്ളിൽ നിന്ന് ഒരു അതിതീവ്രമായിട്ടുള്ള ഒരു എനർജി പുറത്തേക്ക് വരികയും ഞാൻ അതിൻ്റെ മാനേജറെ വിളിക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിളിക്കുകയും ചെയ്തു. വിളിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, കുട്ടികൾ വെറുതെ കളവ് പറയായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ സ്റ്റുഡൻസ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഉടമയെ വിളിക്കുകയും അയാൾ എന്നോട് പറഞ്ഞു, വിശ്വാസ് സാർ, ഞാൻ അവിടെ നിന്നും പോയിട്ട് ഒരു 2 മാസം കഴിഞ്ഞു. കാരണം എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലാണുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ അവിടെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സത്യമാണെന്ന് തോന്നുന്നു, എന്തൊക്കെ പ്രയാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക്. എന്തായാലും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അവരടച്ച ഫീസ് ഞാൻ അവിടുന്ന് തിരിച്ചു കൊടുക്കാം. ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം എന്നെന്നോട് പറഞ്ഞു. അപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത എൻ്റെ ഉള്ളിൽ ആ പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഒരു ആവേശമായിരുന്നു. ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് മടങ്ങിപ്പോരും, ഇനി ഇവിടെ ഫീസൊന്നും അടക്കണ്ട, അവിടെ അടച്ച ഫീസ് അവർ തിരിച്ചു തരും എന്നും പറയുകയും എന്നിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും സാർ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. സത്യം പറയാലോ, CCTVൻ്റെ മുഴുവൻ കാര്യങ്ങൾ പോയിട്ട് അതിൻ്റെ പല കാര്യങ്ങളുടെയും ഫുൾ ഫോം പോലും ഒരു ക്യാമറയുടെ മെഷർമെൻറ്റ് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു. തീർച്ചയായും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉടനെ വിളിച്ചത്, എനിക്ക് കമ്പ്യൂട്ടർ മാർക്കറ്റുകളെല്ലാം അറിയാമായിരുന്നു. എനിക്ക് കോഴിക്കോടുള്ള കമ്പ്യൂട്ടർ മാർക്കറ്റും അതുപോലെ തന്നെ മദ്രാസിലുള്ള മാർക്കറ്റും ബാംഗ്ലൂരുള്ള മാർക്കറ്റും എല്ലാം എനിക്കറിയാമായിരുന്നു. കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ആ ഫീൽഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മാർക്കറ്റെല്ലാം എനിക്കറിയാമായിരുന്നു. എവിടെന്നെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടും എന്നുള്ള ധാരണയിൽ ഞാൻ ഉടനെ എത്താൻ പറ്റുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഞാൻ കോഴിക്കോടുള്ള ഒരു ഡീലറെ വിളിച്ചു. അയാളോട് ചോദിച്ചു, ഈ CCTV എന്ന് പറയുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നമ്മളടുത്ത് അതിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്, ഫിറ്റിംഗ് ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
ഓക്കെ സാർ, അതിനെന്തെല്ലാം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ വണ്ടി കയറി കോഴിക്കോട് ചെന്ന് അയാളോട് സംസാരിച്ച് അതിൻ്റെ ഒരു ക്യാമറയും ഒരു DVR-ഉം, അന്നൊന്നും എനിക്ക് DVR എന്താണെന്ന് പോലും അറിയില്ല, ഒരു DVR-ഉം അതിന് വേണ്ട മിനിമം എക്യുപ്മെൻറ്റ്സ് ഞാൻ അവിടുന്ന് വാങ്ങുകയും അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ അവിടുന്ന് നോക്കി താൽക്കാലികമായിട്ട് പഠിക്കുകയും ചെയ്ത് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി വന്നു. പക്ഷേ ഇത് പഠിപ്പിക്കാൻ, വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ എനിക്കതിനുള്ള അറിവില്ലായിരുന്നു. ഞാൻ അതറിയുന്ന ആൾ അന്വേഷിച്ചപ്പോൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നമ്മുടെ IT അക്കാഡമി എന്ന സ്ഥാപനത്തിൽ പഞ്ചിങ് മെഷീൻ അതുപോലെ ഉള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത ഒരു ടീമിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ഉടനെ കമ്മ്യൂണിക്കേഷൻ നടത്തി. അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം സാർ, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ശനിയാഴ്ചകളിൽ മാത്രമാണ് ഒഴിവുണ്ടാവുള്ളൂ, ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അയാൾ ഒരു ഡിമാൻഡും കൂടെ വെച്ചു. അന്നത്തെ കാലത്ത് തന്നെ ആ ഒരു വരുന്ന ദിവസത്തിന് അയാൾക്ക് 1000 രൂപയെങ്കിലും പ്രതിഫലം നൽകണം എന്ന് പറഞ്ഞു. ഉച്ചവരെയാണ് അയാൾ വരിക എന്നും പറഞ്ഞു. അയാളുടെ കരാറെല്ലാം പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു, എന്തായാലും വന്നോളൂ എന്ന് പറഞ്ഞു. കാരണം എനിക്കതിൽ നിന്ന് ലാഭമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, എന്നിൽ അർപ്പിച്ചിട്ടുള്ള ആ കർത്തവ്യം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. തീർച്ചയായും ഞാൻ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അതിൽ ഞാൻ വിജയിച്ചു. അങ്ങനെ ആ കുട്ടികളെ എല്ലാം വളരെ സാറ്റിസ്ഫൈഡായി, വളരെ സന്തോഷത്തോടു കൂടി അവരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ വലിയ വിജയമായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അഡ്മിഷൻ സ്റ്റാഫിനോട് പറഞ്ഞു, ഇനി CCTVക്ക് അഡ്മിഷൻ ഇപ്പോൾ താൽക്കാലികമായി എടുക്കണ്ട, ഞാൻ പറയാം എന്നിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുകയും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അഡ്മിഷൻ എടുത്തോ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒരു ടീച്ചറെ വെക്കുകയും ഹാർഡ്വെയർ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരു ടീച്ചറെ വെക്കുകയും അയാൾ CCTV ഹാൻഡിൽ ചെയ്യും എന്ന് പറയുകയും ചെയ്ത അയാളുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് വീണ്ടും ചെയ്തു. ഞാൻ വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. എനിക്കൊരു പയ്യനെ കിട്ടി, ഒരു ടെക്നീഷ്യൻ എന്ന പേരിൽ ഒരു പയ്യനെ കിട്ടി. അയാൾ വളരെ സൈലൻ്റ് ആയിരുന്നു, പക്ഷേ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയിരുന്നു. ഞാൻ അയാളെ ഉപയോഗിച്ച് പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ റെഡിയാക്കി. അങ്ങനെ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്തു. കുട്ടികൾ വന്നു. ഇതെല്ലാം ആരംഭിച്ചു തുടങ്ങിയപ്പോൾ ഇതിന് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് വേണം, അതുപോലെ തന്നെ ഇതിന് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കൊടുക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഉള്ള അവസരങ്ങൾ വേണം എന്നുള്ളതായി അടുത്ത ടാസ്ക്. അടുത്ത പ്രോബ്ലം അതായപ്പോൾ ഞാൻ വീണ്ടും വണ്ടി കയറിയത് നേരെ മദ്രാസിലേക്കായിരുന്നു. മദ്രാസിൽ വണ്ടി കയറി രാവിലെ അവിടെ എത്തിയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ മാർക്കറ്റിലെത്തി. മാർക്കറ്റ് എപ്പോഴും തുറക്കാറില്ല, ഇവിടെ 10:30 മണിയാകുമ്പോഴാണ് മാർക്കറ്റ് തുറക്കുക. പക്ഷേ ഞാൻ അവിടെ എത്തിയ സമയം 7:30-8 മണിക്ക് അവിടെ മാർക്കറ്റിലെത്തിയിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗല്ലിയിലൂടെ നടക്കുമ്പോൾ ഞാൻ മുകളിലോട്ട് നോക്കിയാണ് നടന്നിരുന്നത്. കാരണം എവിടെയെങ്കിലും CCTV ക്യാമറയുടെ ഫോട്ടോയും CCTVയും വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ 10:30 മണി കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞാൽ അതിലൂടെ ആ റോഡുകളിലൂടെ നമുക്ക് മേലേക്ക് നോക്കി നടക്കാൻ സാധിക്കില്ല. കാരണം അത്രയും ജനങ്ങളുടെ തിരക്കായിരിക്കും. അതുകൊണ്ട് അതെനിക്ക് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചു. റൂമിൽ പോയി ഫ്രഷായി വന്നതിന് ശേഷം ഓരോ ഷോപ്പുകളിലായി കയറൽ തുടങ്ങി. ആദ്യത്തെ ഷോപ്പിൽ ഞാൻ കയറിയപ്പോൾ തന്നെ അയാൾ എന്നോട് ചോദിച്ചു, CCTV എല്ലാം മാർവാഡീസാണ്, ഇന്ത്യക്കാരാണ്, അവരോട് അറിയുന്ന ഹിന്ദിയൊക്കെ വെച്ചിട്ട് ഞാൻ സംസാരിച്ചു. അവർ ചോദിച്ചു, അതിൻ്റെ മെഷർമെൻറ്റ് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, സത്യത്തിൽ എനിക്കറിയില്ല ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് പറയുക ക്യാമറൻ്റെ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അയാളോട് അങ്ങോട്ടേക്ക് ചോദിച്ചു, എന്തെല്ലാം മെഷർമെൻറ്റാണ് ഇതിന് ഉള്ളത് ചോദിച്ചു, ഏതൊക്കെ മെഷർമെൻറ്റിലെ ക്യാമറകളാണ് ഇവിടെ അവൈലബിൾ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് പറഞ്ഞു തരൽ തുടങ്ങി. 400 TVL, 450 TVL, 480 TVL, 500 TVL, 550 TVL, 600 TVL. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത് TVL-ലാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അടുത്ത ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഞാൻ TVL വെച്ചിട്ട് ചോദിക്കൽ തുടങ്ങി, അതിൻ്റെ മെഷർമെൻറ്റ് വെച്ച് ചോദിക്കൽ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു മാസത്തിൽ 6-7 തവണ മദ്രാസിലേക്ക് വണ്ടി കയറി. വീണ്ടും തിരിച്ചു വരും, വൈകുന്നേരത്തെ ട്രെയിനിന് തിരിച്ചു പോരും, അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പോകും. അങ്ങനെ ചെയ്ത് ഞാനത് പഠിച്ചെടുത്തു. അതിൻ്റെ എല്ലാ ടെക്നോളജികളും എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിൻ്റെ എല്ലാ പുതിയ സാധനങ്ങളും വേർഷനുകളും കൊണ്ടുവരാൻ തുടങ്ങി. കുട്ടികളെ പഠിപ്പിക്കാൻ ഉഷാറായി തുടങ്ങി. ഞാനല്ല പഠിപ്പിച്ചത്, എൻ്റെ സ്റ്റാഫിന് ഞാൻ അത് പറഞ്ഞു കൊടുക്കൽ തുടങ്ങി. എൻ്റെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി തുടങ്ങി.
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് വരൽ തുടങ്ങി. അപ്പോഴാണ് അടുത്ത പ്രശ്നം, ഇവർക്ക് ഇതിൻ്റെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കും. തൃശ്ശൂരിൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുകയും അയാളുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു എത്രയോ വർഷങ്ങളായിട്ട് അയാൾ ഇത് ചെയ്യുന്ന ആളാണെന്നും നിങ്ങളുടെ സ്റ്റുഡൻസിന് ട്രെയിനിങ് ഞാൻ കൊടുത്തോളാം എന്നും അയാൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് തൃശ്ശൂരിൽ മണ്ണുത്തിയിലുള്ള അയാളുടെ സെൻറ്റർ, അയാൾ ഈ SBI ബാങ്കുകളുടെയൊക്കെ എന്താ പറയുക ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഫെഡറൽ ബാങ്ക് ഇങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകളിലൊക്കെ എടുക്കുന്ന ആളായതുകൊണ്ട് അയാൾക്ക് വർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കുട്ടികൾ നിൽക്കൽ വളരെ പ്രയാസകരമാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരൽ തുടങ്ങി. ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വരികയും ചെയ്തു. പഠിച്ചു പോവുകയും വിദേശത്തേക്ക് പോവുകയും നല്ല ജോലിയിൽ പ്രവേശിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്തുകയും ചെയ്തവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരു ഷോപ്പ് തുടങ്ങി, ഷോപ്പിലൂടെ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ട ആ മിനിമം ട്രെയിനിങ് ഞാൻ നൽകൽ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ CCTV കോഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന പല വിഭാഗങ്ങളുണ്ടെങ്കിലും അതിൽപ്പെട്ട ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ ഇന്ന് ഗേറ്റ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ഷട്ടർ ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്ന സാധനങ്ങൾ കൂടി വന്നതോടുകൂടി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ് ചെയ്തത്. ഒരു കാര്യം ചെയ്തു, ലിമിറ്റഡ് സീറ്റ്സ് ആക്കി 20 സീറ്റുകൾ മാത്രമാണ് ഇന്ന് നമ്മുടെ കോഴ്സിനുള്ളത്. ഒരു സീസണിൽ 20 സീറ്റുകൾ മാത്രമാണ്. ഈ 20 സീറ്റുകൾ പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ എല്ലാ ട്രെയിനിങ്ങും അടക്കം നൽകി അവരെ വളരെ പെർഫെക്റ്റാക്കി വളരെ നല്ല ടെക്നീഷ്യന്മാരാക്കി വിടുന്ന രീതിയിലുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യൽ തുടങ്ങി. +2 കഴിഞ്ഞ SSLC കഴിഞ്ഞ +2 കഴിഞ്ഞ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ നടത്തുന്ന ടെക്നിക്കൽ കോഴ്സാണ് CCTV സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻ. ഇതിൽ ഇവർക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ തീർച്ചയായും സാധിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണിത്. ഇതിന് 20 സീറ്റുകളേ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ ഞങ്ങളുടെ അടുത്ത ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അതിലേക്ക് ഉടൻ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.